ഹലോ ഫ്രണ്ട്സ്, ആർ ജെ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ 250 ഗ്രാം ചിക്കൻ, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ, 1 ടീസ്പൂൺ സോയാ സോസ്, ഒരു മുട്ട. നമുക്കൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇത് ഒരു വിസ്ക് കൊണ്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ആവശ്യത്തിന് കുരുമുളക്, ഉപ്പ്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ സോയാ സോസ് ചേർക്കുമ്പോൾ അതിന് ഓൾറെഡി ഉപ്പുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർക്കുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺഫ്ലോറാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന എല്ലില്ലാത്ത ചിക്കൻ ചേർക്കാം. നമ്മളെപ്പോഴും പോപ്കോൺ തയ്യാറാക്കുമ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുക്കേണ്ടത്. നല്ലതുപോലെ മിക്സ് ചെയ്യാം. എൻ്റെ ബാറ്റർ കുറച്ച് ലൂസാണ്, അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ്. നമ്മൾ എത്ര നേരം ഫ്രിഡ്ജിൽ വെക്കണോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പോപ്കോണിന്. ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 3 ബ്രെഡാണ് എടുത്തത്. 3 ബ്രെഡ് എടുത്തിട്ടൊന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. നല്ലതുപോലെ മിക്സായ ശേഷം നമുക്ക് ഓരോരോ ചിക്കൻ പീസ് ചേർത്ത് ഒരു ഫോർക്ക് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കോട്ടാവില്ല. പിന്നെ നമ്മുടെ കൈയും അതിനൊപ്പം നനയും. അങ്ങനെ ബ്രെഡ് ക്രംസ് കൂടുതൽ വേണ്ടി വരും. ഇങ്ങനെ ഫോർക്ക് കൊണ്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് കോട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ എല്ലാം ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫോർക്കില്ലായെങ്കിൽ 2 സ്പൂൺ കൊണ്ടാണെങ്കിലും ഇങ്ങനെ കോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ എല്ലാ ചിക്കനും ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ ചൂടായതിനു ശേഷം ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വേവില്ല. അതുകൊണ്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കാം. ഗോൾഡൻ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം.
നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സ്റ്റാർട്ടറായിട്ട് ഈ പോപ്കോൺ നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന ഈ ചിക്കൻ പോപ്കോണും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ മെത്തേഡ് ഫോളോ ചെയ്യണേ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യണേ. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണേ. നമുക്കിതൊന്ന് കോരി മാറ്റാം. അടുത്ത ബാച്ചും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സോസിൻ്റെ ഒപ്പമോ മയോണൈസിൻ്റെ ഒപ്പമോ വിളമ്പാവുന്നതാണ്. താങ്ക് യു.